ഹലോ എവരിവൺ, തംബ്നെയിലിൽ നിങ്ങൾ കണ്ട ചോദ്യം നെക്സോൺ EVയേക്കാൾ നല്ലതാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അതെ എന്ന് തന്നെയാണ്. ഇതൊരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് തംബ്നെയിലല്ല. കൂടുതൽ അറിയണം എന്നുള്ളവർ മാത്രം വീഡിയോ തുടർന്ന് കാണുക, അല്ലാത്തവർക്ക് നേരെ പോയി ധൈര്യപ്പെട്ട് മേടിക്കാം. ദിസ് ഈസ് ദ ന്യൂ പഞ്ച് EV. പഞ്ച് EV നമ്മൾ വിചാരിക്കും എക്സിസ്റ്റിംഗ് പഞ്ചിന് ഇലക്ട്രിക് പവർ ട്രെയിൻ കൊടുത്തതാണെന്ന്, പക്ഷേ അല്ല. ഇതിൽ ഒരു ജയൻ ലീപ്പ് നമുക്ക് കാണാൻ പറ്റും ടാറ്റയുടെ EV ആർക്കിടെക്ചറിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ പല ബേബി സ്റ്റെപ്സ് ആണ്. നമ്മളിപ്പോൾ കുട്ടികളോടൊക്കെ പറയില്ലേ, 10ാം ക്ലാസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 10ാം ക്ലാസ്സിൽ ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് പറയും. 10ാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ പറയും +2 ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിൽ ശ്രദ്ധിച്ച് പഠിച്ചാലേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെ പോണ പോലെ ടാറ്റ പല സ്റ്റേജുകളിൽ കൂടെ കടന്നു വന്നാണ്. അവരുടെ ആദ്യത്തെ ലോ വോൾട്ടേജ് EVകളൊക്കെ കഴിഞ്ഞിട്ട് അവർ നെക്സോൺ എന്ന് പറയുന്ന ഒരു വലിയൊരു സ്റ്റെപ്പ് എടുത്തു. നെക്സോണിൽ തന്നെ ഈ ലാസ്റ്റ് ഉള്ള പ്രോഗ്രസ്സും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നെക്സോണിൽ അവർ 300 വോൾട്ട് ആർക്കിടെക്ചർ വരെ എത്തി, വേറെ ഇത് 400 വോൾട്ട് ആണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ 800 വോൾട്ട് ആർക്കിടെക്ചറിനെയാണ് നമ്മളൊരു ഹോളി ഗ്രെയിൽ എന്നുള്ള രീതിയിൽ പറയാറ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഈ 800 വോൾട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണേൽ ഒരു വീഡിയോ ചെയ്യാം. അതിന് മുന്നേ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ കൂടുതൽ വോൾട്ടേജ് വരുന്നതോറും നമുക്ക് അതിനുള്ള യൂസ് ചെയ്യുന്ന കറണ്ട് കുറയ്ക്കാൻ പറ്റും. കറണ്ട് കുറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കനം കുറഞ്ഞ കോപ്പർ കേബിൾസ് മതി. അതേപോലെ മോട്ടറിനകത്തുള്ള കൺസ്ട്രക്ഷൻ അത്രയും ചീപ്പറാവും. ആൻഡ് ഇതിൻ്റെയൊക്കെ ചാർജിങ് സ്പീഡ് നല്ലോണം കൂടും. കാരണം ചാർജ് ചെയ്യുമ്പോൾ യൂഷ്വലി ഹയർ കറണ്ട് യൂസ് ചെയ്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിന് ഹീറ്റ് ഉണ്ടാവും, ഇതിൽ ഹീറ്റ് കുറവായിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് ബാറ്ററി പാക്കും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റും, മോട്ടർ എഫിഷ്യൻ്റ് ആവും. അതോടൊപ്പം നമുക്ക് റീജൻ ബെറ്റർ ആക്കാൻ പറ്റും. കാരണം റീജൻ ചെയ്യുന്ന സമയത്തൊന്നും അധികം ഹീറ്റായിട്ട് വേസ്റ്റായി പോകുന്നില്ല. അങ്ങനെ ഒരു എഫിഷ്യൻസിയുടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ എല്ലാ മാനുഫാക്ചറേഴ്സും ഏകദേശം 800 വോൾട്ട് ആർക്കിടെക്ചറിലേക്ക് പോകുന്നത്. ടാറ്റ ഹാഫ് വേ എത്തിയിട്ടുണ്ട്. ദിസ് ഈസ് 400 വോൾട്ട്. നെക്സോണിലും കുറച്ചും കൂടിയും ബെറ്ററാണ് ആ ഒരു കാര്യത്തിൽ മാത്രം. ആൻഡ് ഇതിൽ യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചറും അവർ ഡിഫറൻ്റ് ആണ്. അതായത് ഇതിന് വേണ്ടിയിട്ട് അവരൊരു പുതിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്റ്റീവ് എന്നാണ് വിളിക്കുന്നത്, acti.ev എന്നാണ് എഴുതുന്നത് കാണിക്കുക, പക്ഷേ ആക്റ്റീവ് എന്നാണ് വായിക്കുക. അവർ പറയുന്നത് ഇതൊരു പുതിയൊരു ആർക്കിടെക്ചറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് ഒരു ഷാസി പോലെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിന് പലതരത്തിലുള്ള കോൺഫിഗറേഷൻസ് പോസിബിളാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് ഒക്കെ പോസിബിളാണ്. ഇതാണ് അവരുടെ ഫ്യൂച്ചർ പ്രോഡക്ട്സിൻ്റെ ഒക്കെ മെയിൻ സ്റ്റേ ആവാൻ പോകുന്നത്. ആ പ്ലാറ്റ്ഫോം നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് പഞ്ച് EVയിലാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പഞ്ച് EV ഇപ്പോൾ പ്ലാറ്റ്ഫോം മാറിയിട്ടുണ്ടോ, കാരണം കണ്ടു കഴിഞ്ഞാൽ മറ്റേതുപോലെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അണ്ടർനീത്തുള്ള കാര്യങ്ങൾ, ഫ്ലോർ പാനും ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇവരതിന് പഴയ ബോഡി തന്നെ എടുത്തു വെച്ചു എന്നുള്ളൂ. കാരണം ഓൾറെഡി പഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ വേറെ ബാക്കിയൊന്നും റീഡിസൈൻ ചെയ്യാൻ നിൽക്കേണ്ട, പകരം ഫ്ലോർ പാൻ പുതിയ രീതിയിലോട്ട് വെൽഡ് ചെയ്തിട്ട് അവരതിൽ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാണ്. ഫ്രണ്ടിലത്തെ സബ് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്രോൾ എഞ്ചിനുള്ള പഞ്ചായിട്ട് വളരെ സിമിലറാണ്. പക്ഷേ ഇതിൻ്റെ അണ്ടർനീത്ത് ഫ്ലോറിൻ്റെ അടിയിലത്തെ പാനും ബാക്കി അവിടെ ബാറ്ററിയുടെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറേ കൂടിയും ബെറ്ററാണ്. ഈ ആക്റ്റീവിൽ അവർ പറയുന്നത് അവർക്ക് പ്രിസ്മാറ്റിക് സെൽസും സിലിണ്ടറിക്കൽ സെൽസും ഒക്കെ പറ്റും എന്നുള്ളതാണ്. അതുപോലെ LFP ബാറ്ററീസ് ഹീറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ക്ലൈമറ്റിന് കുറച്ചും കൂടി സ്യൂട്ടബിൾ അതാണ്. അങ്ങനെ പലതരത്തിലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർ ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. അത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. അതിനവർ പഞ്ചിൻ്റെ ഒരു ബോഡി എടുത്ത് വെച്ചു എന്നുള്ളൂ. പക്ഷേ അണ്ടർനീത്ത് ദിസ് ഇസ് എ ടോട്ടലി ന്യൂ കാർ. ഇതുവരെ അവർ ടിയാഗോം, ടിഗോറും അല്ലെങ്കിൽ നെക്സോണൊക്കെ ആയാലും അവർ എക്സിസ്റ്റിംഗ് പെട്രോൾ വണ്ടി എടുത്തിട്ട് അതിലെ എഞ്ചിൻ്റെ കമ്പോണൻസ് എല്ലാം മാറ്റി പകരം അവിടെ മോട്ടറും ബാക്കിയുള്ള സ്പേസിലേക്ക് സ്യൂട്ട് ചെയ്ത് ബാറ്ററിയും ഒക്കെയാണ് വെച്ചിരുന്നത്. വേറെ ഇതിലെ ബാറ്ററിയുടെ ഇൻറ്റഗ്രേഷനൊക്കെ കുറച്ചും കൂടി നല്ലതാണ്. അടിയിൽ നമുക്ക് കുനിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും ബാറ്ററിയൊക്കെ ഫിറ്റ് ചെയ്തേക്കണൊക്കെ വളരെ നന്നായിട്ടുണ്ട്. നമ്മളൊരു നെക്സോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടിയും ഫ്ലഷ് ഫിറ്റിംഗ് ആണ്. ആൻഡ് ലൂസായിട്ട് ഹാങ് ചെയ്യണ ഓറഞ്ച് വയർസും കാര്യങ്ങളൊന്നുമില്ല. അടിയിലൊരുവിധം നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ നെക്സോണിൻ്റെ വീഡിയോയിൽ ഇതുപോലെ ഓറഞ്ച് വയറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലിട്ട വിഷ്വലിൽ അതുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലായത് ടാറ്റ ആ ഓറഞ്ച് വയറുമ്പോൾ ബ്ലാക്ക് കളറിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് നമുക്ക് തന്നതാണ്. ആൻഡ് ആ പെർട്ടിക്കുലർ വണ്ടി അവർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായതെന്ന്. കാരണം അത് പെർഫെക്റ്റ് ആയിരുന്നു. ബാക്കിയുള്ളവർ കുറേ കംപ്ലയിൻസ് പറഞ്ഞപ്പോഴും ആ വണ്ടിക്ക് ആ പറഞ്ഞ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു വണ്ടിയൊന്നുമല്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ലോട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ളൂ. PDI ചെയ്തു, ചാർജ് ചെയ്തു, നേരെ എടുത്തുകൊണ്ട് വന്നു. വളരെ ലോ കിലോമീറ്റർ, ആ ഷിപ്പിംഗ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ബാറ്ററി കാണിക്കുന്ന റേഞ്ച് എത്രയാണെന്നുള്ളത്. ടാറ്റ ക്ലെയിം ചെയ്യുന്നത് 421 കിലോമീറ്റർ ആണ്. ഇതിന് 35 kWh ബാറ്ററി പാക്കാണ്. ഇത് കൂടാണ്ട് ഇതിൻ്റെ 25 kWh ബാറ്ററി പാക്ക് ഉള്ളൊരു മീഡിയം റേഞ്ച് എന്ന് അവർ വിളിക്കുന്ന ഒരു വണ്ടിയും കൂടി ഉണ്ട്. അതിനവർ ക്ലെയിം ചെയ്യണത് 315 കിലോമീറ്റർ ആണ്. സോ അപ്പോൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അടിവശത്തുള്ള കമ്പോണൻസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പഞ്ച് പോലെ തന്നെയാണ്. പക്ഷേ കുറച്ച് സ്റ്റൈലിംഗ് മാറ്റങ്ങളുണ്ട്. ഫ്രണ്ടിൽ ഒരു ക്ലോസ്ഡ് ഓഫ് ഗ്രില്ല് വന്നിട്ടുണ്ട്. അവിടെ ഒരു ലോങ് ഫുൾ വിഡ്ത്ത് റൺ ചെയ്യുന്ന ഒരു LED ബാർ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ബമ്പർമ നെക്സോണിലും അതുപോലെ തന്നെ നമ്മൾ ഹാരിയറിലൊക്കെ കണ്ട പോലത്തെ ചെറിയ LED ഹെഡ് ലാമ്പ്സ് വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ടിൽ സെൻട്രലായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് വന്നേക്കുന്നത്. അത് ഇലക്ട്രിക്കലി ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു ലിഡ് വന്നിട്ടുണ്ട്. ഇൻ കേസ് അത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലൊരു ഫെയിൽ സേഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കേബിളാണ്, വലിച്ചു കഴിഞ്ഞാൽ അത് കുറയും. ചാർജിങ് സ്പീഡ് ഇപ്പോഴും വലിയ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അവർ പറയുന്നത് 10 to 80% എത്താൻ 53 മിനിറ്റ്സ് എടുക്കും എന്നാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഒരു 30-35 kW ശരിക്കും ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ.
ഇതിൻ്റെ കൂടെ ഒരു 3.3 കിലോ വാട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്. അതുകൂടാണ്ട് 50,000 രൂപയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 7.2 കിലോ വാട്ടിൻ്റെ ഒരു ചാർജറും കൂടി നമുക്ക് വേണമെങ്കിൽ കിട്ടും. ഈ പഞ്ചിൻ്റെ ഷാസി ശരിക്കും പറഞ്ഞാൽ അവർക്ക് EV ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തൊട്ടേ തുടക്കത്തിൽ അങ്ങനെ ഒരു പ്ലാനോട് കൂടിയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ പിന്നീട് EV ആർക്കിടെക്ചർ വന്നപ്പോൾ അവർ കുറച്ചും കൂടി മാറ്റി പുതിയൊരു പ്ലാറ്റ്ഫോം അണ്ടർനീത്ത് കൊടുത്തു. പക്ഷേ സംഭവം അത് രണ്ടും അഡാപ്റ്റ് ചെയ്യാൻ പോസിബിൾ ആയ രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടി ഒരു മെച്ചുവർ മാനേഴ്സ് ഉണ്ട്. നമ്മൾ നെക്സോണിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ആ ഷാസിക്ക് ഒരു റിജിഡിറ്റി നമുക്ക് ഓവറോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഉള്ളിൽ സ്പേസും ഒന്നും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ യൂഷ്വലി ചില വണ്ടികളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോർ പാൻ പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളിലുള്ള പാസഞ്ചർ സീറ്റിംഗ് ഇത്തിരി കോംപ്രമൈസ്ഡ് ആയിരിക്കും. അണ്ടത്തെ സപ്പോർട്ട് കുറഞ്ഞ പോലെ തോന്നും നമുക്ക് ഫ്ലോർ പൊങ്ങിയേക്കണ കാരണം. അതുപോലെ ബൂട്ടിൽ സ്പേസ് കുറയും. ഇതിലാവക പ്രശ്നങ്ങളൊന്നുമില്ല. ബൂട്ട് സ്പേസ് ഒക്കെ സിമിലറാണ്. ഇതിലിപ്പോൾ ബ്രോഷറിലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രങ്ക് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലൊരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. 14 ലിറ്റർ എന്നങ്ങോട്ടാണ് സ്പേസ് പറയുന്നത്. അത് ശരിക്കും നമ്മൾ ഈ എഞ്ചിൻ കവർ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാവുന്ന വേറൊരു ടൈപ്പ് കവറാണ്. അതിനൊരു ഓപ്പണബിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിപ്പോൾ ഈ വണ്ടിയിലില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒന്നുകൂടി നന്നായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു വൈറ്റും ഗ്രേയും പോലത്തെ ഈ ഒരു തീമിലേക്ക് മാറിയപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയംനെസ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ആൻഡ് യു ഗെറ്റ് ദ നൈസർ സ്റ്റിയറിംഗ്. നമ്മളിപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ കണ്ട ഒരു സ്റ്റിയറിംഗ് 2 സ്പോക്ക് വന്നിട്ടുണ്ട്. ഉള്ളിൽ വൈറ്റ് എലമെൻറ്റ് വരുന്ന ഒരു റേഞ്ച് റോവർ സ്റ്റൈലിലുള്ള സ്റ്റിയറിംഗ് വന്നു. ഡാഷ്ബോർഡ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷേ ഇവിടെ AC വെൻറ്റിൻ്റെ നടുക്കായിരുന്നു പണ്ട് ഹസാർഡ് ബട്ടൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ വെൻറ്റ് പോലത്തെ ഒരു പാറ്റേൺ ആണ്. വെൻ്റല്ല, അതേ പാറ്റേണിലുള്ള ഒരു പ്ലാസ്റ്റിക് ട്രിമ്മാണ് വന്നേക്കുന്നത്. വേറെ ഇവിടെ താഴെയുള്ള കൺട്രോൾസ് എല്ലാം മാറിയിട്ട് ഇവിടെ ഒരു ടച്ച് പാനൽ വന്നിട്ടുണ്ട്. അതിൽ മിക്കവാറും എല്ലാ ഫംഗ്ഷൻസ് അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെയും അതുപോലെ ഫ്രണ്ടിലത്തെ ചാർജിങ് പോർട്ടിൻ്റെ ആ ലിഡ് തുറക്കുന്നതിൻ്റെയും അതുപോലെ ബൂട്ടിൻ്റെയും എല്ലാത്തിൻ്റെയും കൺട്രോൾസ് ടച്ചിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഫാൻ സ്പീഡും അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളും മാത്രം നമുക്ക് 2 ടോഗിൾ ബാർസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് നമുക്കൊരു വയർലെസ് ചാർജർ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കൺസോള് പുതിയതാണ്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇലക്ട്രിക് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്പോർട്ട് മോഡും ഇക്കോ മോഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗിയർ സെലക്ടർ നമ്മൾ നെക്സോൺ EV മാക്സിൽ കണ്ട ആദ്യത്തെ ഡിസ്പ്ലേ ഉള്ള ഒരു ഗിയർ സെലക്ടറാണ് വന്നേക്കണം. നമ്മുടെ നെക്സോണിലുള്ള പുതിയ സെലക്ടർ അല്ല, റോട്ടറി ഡയലാണ്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. ഗിയറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തിരി ഒരു സെക്കൻഡ് അതിനൊരു അലവൻസ് കൊടുക്കണം. ബട്ട് അതർ ദാൻ ദാറ്റ് വലിയ കുഴപ്പമില്ല. എക്സിക്യൂഷനൊക്കെ നന്നായിട്ടുണ്ട്. മെയിൻ സെൻറ്റർ സ്റ്റേജ് നമുക്ക് ഈ 10.25 ഇഞ്ച് സ്ക്രീനാണ്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേക്ക് പുറമെ നമുക്ക് ഇതിൽ കുറേയധികം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ്, അതുപോലെ അലക്സ, അതുപോലെ Arcade EV അങ്ങനത്തെ കുറേയധികം ഫംഗ്ഷനാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് ഇവിടെ ഒരു 10.25 ഇഞ്ച് സ്ക്രീനും കൂടി ഉണ്ട് ഡ്രൈവർ ഇൻഫർമേഷന് വേണ്ടിയിട്ട്. ഇതിൽ ചെറിയ രീതിയിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്. നമ്മൾ നെക്സോണിലും ഹാരിയറിലൊക്കെ പറഞ്ഞ അതേ പ്രശ്നം തന്നെ ഇതിലും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി സോണറ്റിൽ ഇതേപോലെ തന്നെ ഒരു സ്ക്രീനും ഇംപ്ലിമെൻറ്റേഷനുമാണ്. ബട്ട് സംഹൗ ദേ ഹാവ് ഡൺ ഇറ്റ് ബെറ്റർ. അതിന് വേറെ റിഫ്ലക്ഷൻ ഒന്നും കാണുന്നില്ല. മേ ബി അതിൻ്റെ സർഫസിൻ്റെ വല്ല കോട്ടിംഗ് ആയിരിക്കാം. അതിലത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഗ്ലെയർ ഒന്നും നമുക്ക് അങ്ങനെ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത് റീഡബിളൊക്കെയാണ്. ചെറിയൊരു പൊസിഷനിൽ ഏറ്റത്തൊരു ഇത്തിരി വൈറ്റ് ഭാഗം ഉണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സീറ്റ്സ് വെന്റിലേറ്റഡ് ആണ്. സീറ്റ്സിനൊരു ഔട്ടർ ഭാഗം അതിൻ്റെ ഫാബ്രിക്കും നടുക്കത്തെ ഭാഗം ലെതററ്റുമാണ്. യൂഷ്വലി നമ്മൾ തിരിച്ചാണ് കാണാറ്. ഇതിൽ നടുക്കത്തെ ഭാഗത്ത് പക്ഷേ വെന്റിലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പെർഫറേഷനൊക്കെ ഉള്ള ഭാഗം അങ്ങനെ കൊടുത്തതാവാം. സീറ്റ്സ് കംഫർട്ടബിൾ ആണ്. നല്ല ഹൈ സീറ്റിംഗ് പൊസിഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് കോർണേഴ്സൊക്കെ കാണാം. ഈ പഞ്ചിൻ്റെ ഫോം ഫാക്ടറിൻ്റെ ഒരു ഗുണം അതാണ്. ഒരു സബ് 4 മീറ്റർ വണ്ടീനേലും ചെറുതാണ്. നമുക്കിത് കൊണ്ടുനടക്കാൻ ഭയങ്കര എളുപ്പമാണ്. വളരെ നേരം ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഗ്യാപ്പിലൊക്കെ കുത്തിക്കയറ്റാം. അതിന് ഫ്രണ്ട് ബോണ്ടൊക്കെ ശരിക്കും കാണാം. സീറ്റിംഗ് പൊസിഷൻ വളരെ നല്ലതാണ്. വേറെ ക്യാബിന് ഓവറോൾ ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ EV ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കഴിവ് നമ്മൾ കാണുന്നത്. കാരണം അവർക്ക് ഹാൻഡ് ഡൗൺ ആയിട്ടുള്ള കുറേ പെട്രോൾ വണ്ടികളിൽ നിന്നുള്ള ഡെറിവേറ്റീവ്സാണ് അവർക്ക് കൈ കിട്ടുന്നത്. പക്ഷേ അതിനവർ എത്രത്തോളം മാറ്റുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു അഭിമാനിക്കാവുന്ന രീതിയിലാണ് നമുക്ക് തോന്നുക. ഇനി നമുക്ക് ഇതിൻ്റെ മോട്ടറിനെ കുറിച്ച് സംസാരിക്കാം. മീഡിയം റേഞ്ച് മോഡലിന് 82 ഹോഴ്സ് പവറും 114 Nm ടോർക്കുമാണ്. ഇത് ലോങ് റേഞ്ച് വേരിയൻ്റ് ആണ്. ഇതിന് 122 bhpയും 190 Nm ടോർക്കും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ സ്റ്റാൻഡ് സ്റ്റില്ലാണ്. ആൻഡ് ഇവിടെ നിന്ന് ആക്സിലേറ്റ് ചെയ്യുന്നു. ഇറ്റ് പിക്സ് ഓഫ് സ്പീഡ് 40, 60, 70, 80, 90, 80, സ്റ്റിൽ ഡൂയിങ് 80. ഈ മരങ്ങൾ ബാക്കിലോട്ട് പോകുന്ന സ്പീഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഹൗ ഫാസ്റ്റ് ഇറ്റ് ഈസ് എന്നുള്ളത്. ഇറ്റ്സ് റിയലി ഫാസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് എ ഡീസൻറ്റ് ടോപ്പ് സ്പീഡ്. ഫൈനലി നമുക്ക് പഞ്ചിന് നല്ല പഞ്ച് ഉണ്ടെന്ന് തന്നെ പറയാം. ആക്സിലറേഷൻ വളരെ ലീനിയറാണ്. പക്ഷേ നമ്മളിങ്ങനെ എടുത്തു പോകുന്ന സമയത്ത് അത് കുറച്ചൊന്ന് പവറൊന്ന് ട്രിം ചെയ്യുന്നുണ്ട്. കാരണം വലിയ വീൽ സ്പിന്നൊന്നുമില്ല. ഇപ്പോൾ ഇലക്ട്രിക് കാറിൻ്റെ പോലത്തെ ഒരു മാഡ്നസ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് 1 കോൺസ്റ്റൻറ്റ് പുള്ളാണ്. നമുക്ക് ടോപ്പ് സ്പീഡായ 140 വരെ ഒറ്റ കണ്ടിന്യൂസ് പുള്ളാണ്. ആകെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇതിൻ്റെ മോട്ടറിന് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ദാറ്റ് യു ക്യാൻ ഫീൽ അക്രോസ് ദ ഷാസി. അതൊരു
ഒരു ഒരു റെസൊണൻസ് പോലത്തെ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മേ ബി ഇതൊരു ഏർലി കാർ ആയതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും കൂടി ട്വീക്ക് ചെയ്യാനുണ്ടാവും, അല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു അലവൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പാഡിൽസ് ഉണ്ട് സ്റ്റിയറിംഗിൻ്റെ ബാക്കിൽ, അത് ഉപയോഗിച്ച് നമുക്ക് റീജൻ അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം റീജനിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഒട്ടും റീജൻ ഇല്ലാത്ത മോഡലിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹൈവേ ഡ്രൈവിങ്ങിലൊക്കെ അതാണ് കുറച്ചും കൂടി ഐഡിയൽ. പഞ്ചീവിയുടെ ഏറ്റവും വലിയ ഡിഫറൻസ് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റിയാണ്. റൈഡിനൊരു ചെറിയൊരു ഫേംനെസ് ഉണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ഡാംഡ് ആണ്. ആൻഡ് അതിനൊരു യൂറോപ്യൻനെസ് ഉണ്ട്, വിച്ച് ഈസ് ഹൈ പ്രൈസ്. കാരണം ടാറ്റ എന്നും റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് നല്ല രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷേ അപ്പോഴും നമുക്കൊരു സസ്പെൻഷനിൽ എവിടെയെങ്കിലും ഒരു ക്ലങ്കിനെസ്സും ചെറിയൊരു സൗണ്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. വേറെ ഇതിൽ അങ്ങനെയൊന്നുമില്ല. ദിസ് ഫീൽസ് പ്രോപ്പർലി ഡാംഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ മെച്യൂറായിട്ട് തോന്നുന്ന പോലത്തെ ഒരു വണ്ടിയാണ്. അതിൻ്റെ ഏത് പ്രൈസ് പോയിൻ്റാണെന്ന് ആലോചിക്കണം. ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ളൊരു EV ആണ്. ബട്ട് ഈവൻ ദിസ് ഫീൽസ് ലൈക്ക് ഒരു പ്രോപ്പർലി വെൽ മെയ്ഡ് ആയിട്ടുള്ളൊരു യൂറോപ്യൻ കാർ പോലെ, നമുക്കൊരു ജെറ്റ് അല്ലെങ്കിൽ ഒരു കോഡിയാക്കൊക്കെ പോലത്തെ ഒരു ഫീൽ ഉണ്ട് നമുക്കിതിൻ്റെ റൈഡ്. ആ ഒരു ബംസ് ഡീൽ ചെയ്യുന്ന രീതി നോക്കിയാൽ ഹാൻഡ്ലിംഗ് പെട്രോളായിട്ട് വളരെ സിമിലർ ആണ്. പഞ്ച് ഒരു ഡീസൻറ്റ് ഹാൻഡ്ലിംഗ് കാറാണ്. അതിനോർമ്മ ഇതിന് ഇത്രയും കൂടി ഒരു ഷുവർ ഫുട്ടഡ് ഫീലിംഗ് ഉണ്ട്, കാരണം ബാറ്ററി പാക്ക് വളരെ ലോ ആയിട്ട് മൗണ്ട് ചെയ്തേക്കണോണ്ട്. ആൻഡ് ബാക്കിലെ സസ്പെൻഷൻ കുറേ കൂടി ബെറ്റർ ആണ്, കുറച്ചും കൂടി ബെറ്റർ ഡാമ്പിംഗ് ഉണ്ട്. ആൻഡ് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട് റിയറിൽ, സോ ബ്രേക്കിംഗ് ഈസ് ഓൾസോ ബെറ്റർ. റീജൻ തന്നെ ആവശ്യത്തിനുള്ള ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് ബ്രേക്സും അത്യാവശ്യം സ്ട്രോങ് ആണ്. പെഡൽ ഫീലൊന്നും ഭയങ്കര ഇതൊന്നുമല്ല, പക്ഷേ ഇറ്റ് സ്റ്റിൽ ഈസ് എ നൈസ് കാർ ടു ഡ്രൈവ്. നമുക്ക് ഫാസ്റ്റായിട്ട് ഓടിക്കുമ്പോഴും ഇറ്റ് ഗിവ്സ് യു കോൺഫിഡൻസ്. നമുക്ക് നല്ല പൊക്കത്തിലിരിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റിയും കിട്ടുന്നുണ്ട്, ചുറ്റുമൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ഇറ്റ്സ് എ വെരി ഈസി കാർ ടു ലിവ് വിത്ത്. ഈ വണ്ടിയുടെ ബാറ്ററി പാക്കിന് IP67 റേറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ടാറ്റ പറയുന്നു ഇതിൻ്റെ വാട്ടർ വെയ്ഡിങ് കേപ്പബിലിറ്റീസ് 350 mm ആണെന്നുള്ളത്, വിച്ച് ഈസ് വെരി ഗുഡ്. ഇതിൽ യൂസ് ചെയ്യുന്ന ടയേഴ്സ് കുറച്ച് ഡിഫറൻ്റ് ആണ്. അപ്പോളോൻ്റെ അംപീരിയോൺ എന്ന് പറയുന്ന ഒരു പുതിയൊരു ബ്രാൻഡാണ്. അത് ഇലക്ട്രിക് കാർസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു പാറ്റേണൊക്കെ അതുമ്പോൾ ടയറിൻ്റെ മുകളിലും ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ടാറ്റയുടെ വണ്ടികളിൽ ഈ ഒരു ടയർ വരുന്നത്. ആ ടയറിന് ഗ്രിപ്പൊന്നും വലിയ കാര്യമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രിക് കാർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് കുറച്ചും കൂടിയും റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ടയറാണത്. അപ്പോൾ അതൊക്കെയാണ് പഞ്ചീവിയുടെ വിശേഷങ്ങൾ. കുറേ കാലമായിട്ട് ഡെവലപ്മെൻറ്റിലുള്ള ഒരു പ്രോഡക്റ്റാണ്, പക്ഷേ കാത്തിരിപ്പിന് ഗുണമുണ്ടായി എന്ന് പറയുന്ന പോലെ അവസാനം നമുക്കിതിപ്പോൾ കിട്ടിയേക്കാണ്. നല്ലൊരു പ്രോഡക്റ്റാണ്. പല കാര്യങ്ങളും ഇത് നെക്സോണിലും ബെറ്ററാണ്. നമുക്ക് ഹയർ വോൾട്ടേജ് ആർക്കിടെക്ചർ കിട്ടുന്നുണ്ട്, ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട്, അതുപോലെ മാച്ചിങ് ഫീച്ചേഴ്സൊക്കെ കുറേ കൂടിയും ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോം ഫാക്ടറിൽ കിട്ടുന്നുണ്ട്. ലോവർ പ്രൈസ് പോയിന്റിലാണ് ഇതെല്ലാം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹിറ്റാവുന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അതുപോലെ ഈ വണ്ടിയുടെ സ്റ്റൈലിംഗ് ഇഷ്ടമായോ, നിങ്ങളൊരു ഇലക്ട്രിക് കാർ മേടിക്കുകയാണെങ്കിൽ പഞ്ചീവി കൺസിഡർ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.